കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പ്രതികരണവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. മുഖ്യമന്ത്രി ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. അതാണ് കോൺഗ്രസിന്റെ ശീലവും കീഴ്വഴക്കവും. ആൾബഹളം ഉണ്ടാക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആൾബഹളം ഉണ്ടാക്കിയാണോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്? അങ്ങനെ ബഹളം ഉണ്ടാക്കിയല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ സെലക്ട് ചെയ്ത പഴയ കാര്യം എടുത്തു നോക്കൂ. എവിടെയെങ്കിലും ആൾബഹളം ഉണ്ടാക്കിയും നമ്മൾ പൊതുയോഗം നടത്തിയാണോ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടുള്ളത്? അതിൻ്റേതായ പ്രോസസ്സുണ്ട്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമീപനമുണ്ട്, ഞങ്ങളുടെ ഒരു ശീലമുണ്ട്, ഞങ്ങളുടെ ഒരു കീഴ്വഴക്കമുണ്ട്. ആ രൂപത്തിലല്ലേ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടാകാൻ പറ്റുമോ? പിന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണമെന്നുവരെങ്കിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പം എല്ലാവരും കൂടി ചെയ്യേണ്ട ഈ കാലഘട്ടത്തിൻ്റെ പൊതു ആവശ്യം ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോസിറ്റീവായ നടപടിയിലേക്ക് പോകുക, കോൺട്രവേഴ്സികൾ ഓപ്പൺ ചെയ്യാതിരിക്കുക, നമുക്ക് ഈ കേരളം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുക. വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്, വിശകലനവുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇത് ഇപ്പോൾ ഒരു വിവാദമാക്കേണ്ടെന്ന് ആവശ്യമില്ല, കാരണം വളരെ നേരത്തെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് 2026-ലാണ് നടക്കാനിരിക്കുന്നത്. പക്ഷേ ഇത് NSSുമായുള്ള 13 വർഷത്തെ രമേശ് ചെന്നിത്തലയുടെ ഒരു മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ ചില കടുത്ത പരാമർശങ്ങൾ, അങ്ങേയറ്റം കടുത്ത പരാമർശങ്ങൾ VD സതീശനെതിരെ നടത്തുന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുന്നു. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വിവാദം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം മാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ചയാകുന്നത്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടും അതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? കെ സുധാകരൻ മാത്രമാണ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അനുജ, 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള അധികാര വടംവലി നടക്കുന്നുണ്ട്. 2026-ൽ വിജയിക്കും, വീണ്ടും ഭരണം പിടിക്കാൻ കഴിയുമെന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നു എന്ന നിഗമനത്തിലാണ് ഇത്തരത്തിലൊരു കിടമത്സരം നടക്കുന്നത്. ആ കിടമത്സരത്തിൽ ഏറ്റവും പ്രധാനമായി രംഗത്തുള്ളത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അനുജ സൂചിപ്പിച്ച പോലെ NSSന്റെ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണവും, ഒപ്പം തന്നെ ഈ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് ആരംഭിക്കുന്ന റാലിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടും ഒക്കെ തന്നെ അദ്ദേഹം താൻ 2026-ലേക്കുള്ള മത്സരത്തിൽ മുഖ്യസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് സമാന്തരമായി VD സതീശനും അദ്ദേഹത്തിന്റെ ജനപ്രീതി ഉയരുന്നുണ്ട്. മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൽ നിന്ന് രണ്ടാമത്തെ നാൾ, ചരിത്രത്തിലെ രണ്ടാമത്തെ ആളായി അദ്ദേഹം മാറുന്നു. അദ്ദേഹത്തെ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വലിയ തോതിലുള്ള അധികാര വടംവലി നടക്കുന്നു. എന്നാൽ ആ കാര്യത്തിൽ രാഷ്ട്രീയ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിന്റെ സ്വരമാണ് ലീഗ് ജനറൽ സെക്രട്ടറി PM സലാമിലൂടെയും മറ്റും രംഗത്ത് വരുന്നത് അതായത് പുറത്തു വരുന്നത്. കാരണം രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു എന്ന അമിത ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അധികാര വടംവലി ആരംഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ അധികാര വടംവലിയിലൂടെ ഭരണം നഷ്ടപ്പെടുന്ന പല അനുഭവങ്ങളും മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലീഗ് ഇത്തരമൊരു മുന്നറിയിപ്പിന്റെ സ്വരം ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനകത്ത് നിന്ന് ഈ കാര്യമായും മറ്റ് നേതാക്കന്മാരുടെ പിന്തുണയില്ല. KPCC അധ്യക്ഷൻ മാത്രമാണ് ഇന്നലെ കണ്ണൂരിൽ പ്രതികരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഒരുപോലെ അദ്ദേഹം പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. എന്നാൽ ഈ അധികാര വടംവലിയിൽ കോൺഗ്രസിനകത്തും ഘടകകക്ഷികൾക്കകത്തും വലിയ തോതിൽ മുറിവുറുപ്പുണ്ട്. ആ മുറിവുറുപ്പാണ് ഇപ്പോൾ പല രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അധികാര വടംവലി കോൺഗ്രസിനും UDFനും ഗുണകരമാവില്ല എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. അതാണ്. ടോബി ജോൺസൺ കൂടി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ഇനിയിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ടോബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുമ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് എന്ത് എന്നതിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചോ? തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ അതായിരുന്നു. വെള്ളാപ്പള്ളി നടേശനടക്കം സതീശനെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കാരണം പേരെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയെ തള്ളിപ്പറയാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. അതിന് പകരമായി ചില ഒളിയമ്പുകൾ, ചില വിമർശനങ്ങൾ കൃത്യമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ആൾക്കൂട്ട ബഹളങ്ങളല്ല തീരുമാനിക്കുന്നത്, പൊതുയോഗങ്ങളല്ല തീരുമാനിക്കുന്നത്. മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അത്
മനസ്സിലാകും. അങ്ങ് ദൂരെ എവിടെയോ ഒരു കടലുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്നേ മുണ്ട് ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു പ്രസ്താവന കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്നും മുന്നോട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യം വേണ്ടത് ഒറ്റക്കെട്ടായി ഭരണത്തിലെത്താനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആരെയും വിമർശിക്കാൻ താൻ യോഗ്യനല്ല, യോഗ്യതയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് യോഗ്യതയുള്ളവരെ കുറിച്ച് വിമർശിക്കാനൊന്നും താൻ തയ്യാറല്ലെന്നും കൂടി തിരുവഞ്ചൂർ പറഞ്ഞു വെക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ ചുമതലയടക്കം നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, അച്ചടക്ക സമിതിയുടെ ചുമതലയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ തിരുവഞ്ചൂരിന് ആരെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും കൃത്യമായിട്ടുള്ള ചില ഒളിയമ്പുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ പോലും കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നുണ്ട്. അനുജ, ശ്രീ ടോബി ജോൺസണും ആർ ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.